കടുത്ത ത്രികോണ മത്സരത്തിന് വേദി ഒരുങ്ങിയ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ഇരട്ട വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മുഖ്യ വരണാധികാരി കളക്ടർ ഡോക്ടർ എസ് ചിത്ര വ്യക്തമാക്കി. 22 ദിവസം നീണ്ട വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിന് ശേഷമാണ് നാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. UDF, NDA, LDF മുന്നണികളുടെ സ്ഥാനാർത്ഥികളടക്കം മൊത്തം 10 സ്ഥാനാർത്ഥികളാണ് പാലക്കാട് ജനവിധി തേടുന്നത്. 1,94,706 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ മൊത്തം 184 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1,500 വോട്ടർമാരിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഓക്സിലറി ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. വോട്ടെണ്ണൽ കേന്ദ്രവും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സ്ട്രോങ് റൂമുമുള്ള വിക്ടോറിയ കോളേജിൽ നിന്നായിരുന്നു പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. ഇരട്ട വോട്ട് ആരോപണം CPIM ഇന്നും ആരോപിച്ച സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് മറ്റൊരു മണ്ഡലത്തിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യപത്രം നൽകിക്കൊണ്ട് പുതിയ വോട്ടറായിട്ട് ഫോം 6-ൽ അട്ടിമറി ഉദ്ദേശിച്ച് തന്നിട്ടുള്ളവരെ ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പ്രത്യേക ലിസ്റ്റാക്കി പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് നൽകിയിട്ടുണ്ട്. കൊടുമ്പ് പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന കണ്ണാടി പഞ്ചായത്തിലെ ചില ബൂത്തുകളാണ് കൂടുതൽ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും. 24 പാലക്കാട്.